ഹലോ, പത്തനംതിട്ട ഇന്നത്തെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനി ഭയങ്കര വിഷമത്തിലാണ്. ഇനിയിപ്പോൾ നിശ്ചയത്തിൻ്റെ ഡേറ്റൊക്കെ എടുത്ത് അതിന് തടയിടാനായിട്ട് വക്കീലിനെ പോയി കാണുന്നുണ്ട്. അപ്പോൾ തൻ്റെ ആ ഒരു ഡൈവേഴ്സ് ഒന്നുകൂടി നീട്ടി വെക്കാനൊക്കെ നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഡൈവേഴ്സ് കിട്ടാത്ത സ്ഥിതിക്ക് ഇതിനെന്തെങ്കിലും തടസ്സം പറയാമെന്നുള്ള പറ്റില്ല. അങ്ങനെ വിഷമിച്ചിട്ടാണ് അനി വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ജാനകി വന്ന് ഉടനെ ആ ഒരു നിശ്ചയത്തിൻ്റെ കാര്യം എടുത്തിടുകയാണ് സംസാരം. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ അനി തറപ്പിച്ചിട്ട് നോക്കുന്നു. ചോദിക്കും, നീ എന്നെ നോക്കുന്ന കാര്യം എന്താ? ഞാനില്ലല്ലോ, മുത്തശ്ശനല്ലേ നിൻ്റെ വിവാഹം ഉറപ്പിച്ചു, ഇനിയിപ്പോൾ അതിന് യാതൊരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അനി അതിനോട് വിയോജിപ്പ് കാണിക്കുമ്പോൾ ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് അനിയുടെ മനസ്സിൽ നന്ദുവാണെന്ന്. അങ്ങനെ ആ ഒരു പരാതി ചെന്ന് ജാനകി ഓടിച്ചെന്ന് വലിയമ്മ എടുത്ത് പറയുകയാണ്. ആ ഒരു സമയം ദേവയാനി പറയുന്നുണ്ട്, നീ ഒന്ന് ചുമ്മാ അവൻ്റെ പിന്നാലെ നടക്കുന്ന ഒന്ന് കുറയ്ക്കാനാണ് പറയുന്നത്. എപ്പോഴും അവൻ്റെ പിന്നാലെ ഓടി നടന്നിങ്ങനെ ഓരോന്ന് കുത്തി പറയണ്ട എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മുത്തശ്ശനാണെങ്കിൽ ആദർശനെയും നനേനെ അതുപോലെ അമ്പലത്തിൽ വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു പൂജ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ദിവസത്തേക്ക് ഒരു കുടുംബ പൂജയുണ്ട്. അതിനുശേഷം ആ ഒരു സമയം അവിടെ വെച്ചിട്ട് ആ സമയം അറിയിക്കാം. അപ്പോഴേക്കും ആദർശും നയനയും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലണം എന്നാണ് പറയുന്നത്. ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നേരത്തെ തന്നെ മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ അടുത്ത നയനയുടെ ചടങ്ങുകളൊക്കെ നമ്മുടെ കുടുംബത്ത് വെച്ചിട്ടാവുമെന്ന് മുത്തശ്ശൻ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ പലർക്കും മനസ്സിൽ പ്രയാസം ഉണ്ടാവും. പലർക്കും ഇനി ഇത് മറ്റാരെയല്ല, അഭിയും ജലജയും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അവന്തിയ ഇവരോടൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് അവർ എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഇനി പറയാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ആദർശനും നനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചു ചെല്ലാം, മുത്തശ്ശനോടൊപ്പം നിൽക്കാം. മുത്തശ്ശന് അതിലും വലിയ സന്തോഷമാകുന്നുണ്ട്. ഇനിയിപ്പോൾ MD സ്ഥാനം ആദർശനെ ഏൽപ്പിക്കാമെന്നും ഈ ഒരു കാര്യങ്ങളെല്ലാം നേരെയായത് ആദർശൻ്റെ ഒറ്റ പരിശ്രമ ഫലമായിട്ടാണെന്നൊക്കെ മുത്തശ്ശൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമാകുന്നു. അതിനുശേഷം മുത്തശ്ശൻ അതിൽ നാഗേന്ദ്രനെ കാണാൻ പോകുന്നുണ്ട്. നാഗേന്ദ്രനെ കാണാൻ പോകുമ്പോൾ പറയുന്നുണ്ട് പഴയകാല കഥകളും ചരിത്രങ്ങളും ചതിയുടെ ഇതൊക്കെ കണ്ടിട്ടാണ് മുത്തശ്ശൻ നാഗേന്ദ്രനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതെന്നും ഇനിയും ഒരു ചതി കുടലതകളും ചതികളൊക്കെ തെളിഞ്ഞ ഒരു പ്രവൃത്തിയാണ് താൻ, ഇനിയും ആ ഒരു ചതിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് ഇല്ലാണ്ടാക്കും എന്നൊക്കെ മുത്തശ്ശൻ നാഗേന്ദ്രനോട് പറയുകയും നാഗേന്ദ്രനെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടത്തൊക്കെ നല്ലതുപോലെ തലങ്ങും വിലങ്ങും മുത്തശ്ശൻ അടിക്കുന്നുണ്ട്. മേലാൽ ഇമാതിരി പരിപാടിയും കൊണ്ട് ഇനി വരരുത്, ഇവിടുന്ന് സ്ഥലം വിട്ടോണം എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അപ്പോൾ ഏൺ ജ്വല്ലറിയിൽ നീയും അതുപോലെ നിൻ്റെ മകനും കാട്ടിക്കുട്ടിയെ വേണ്ടാദിനങ്ങളും ഒക്കെ പറയുകയാണ്. പിന്നെ ജലജയുടെയും നിൻ്റെയും അല്ലെങ്കിൽ അബിയുടെയും ഒന്നും സ്വഭാവമല്ല അവന്തിക മോൾക്ക്, അവൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തോട് കൂറ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണം അനിയമായിട്ട് ഉറപ്പിച്ച് കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പൊയ്ക്കോണം, ഇനി ഇവിടെ കണ്ടുപോകരുതെന്നൊക്കെ മുത്തശ്ശൻ താക്കീത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നല്ല കിടലിന് എപ്പിസോഡുകളൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് പത്തരമാറ്റിൽ ആദർശിൻ്റെയും നനയുടെയും ജീവിതത്തിൽ കാണാനായിട്ട് കഴിയുന്ന ഒരു തിരിച്ചു വരും. അതുപോലെ തന്നെ അവന്തിയുടെ ആ ഒരു കാര്യം കൂടി ഇനി മനസ്സിലാക്കാനുണ്ട്. അവന്തിയുടെ ഈ ഒരു ചതി ആരും അറിയുന്നില്ല. അതും കൂടി അറിഞ്ഞാൽ മാത്രമേ അനിയുടെ ആ ഒരു വിവാഹത്തിൽ നിന്നും അവന്തിയെ ഒഴിവാക്കിയിട്ട് നന്ദു തന്നെ തിരിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക.